നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് പിന്നാലെ തിരുത്തലിന് തുടക്കമിടാൻ CPM തീരുമാനം. തിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓഗസ്റ്റിൽ വിശാല സംസ്ഥാന കമ്മിറ്റി നടക്കും. തനിക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്ന് MV ഗോവിന്ദൻ സംസ്ഥാന കമ്മിറ്റിയിൽ സമ്മതിച്ചു. വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത വിമർശനം വേണമെന്ന ആവശ്യം സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായി. ജില്ലാ സെക്രട്ടേറിയറ്റ് മുതൽ ബ്രാഞ്ച് വരെയുള്ള തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിന് ശേഷമാണ് 2 ദിവസം സംസ്ഥാന കമ്മിറ്റി ചേർന്ന് തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തിയത്. എന്തുകൊണ്ട് തോറ്റു എന്ന് CPMന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ നിന്നും ചർച്ചകളിൽ നിന്നും മനസ്സിലാകുന്നത്. പാർട്ടിയുടെ നെടുംകോട്ടകൾ പിളർന്ന് വോട്ട് ചോർച്ച ഉണ്ടായതിനു പിന്നിൽ കാരണങ്ങൾ നിരവധിയുണ്ടെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ കണ്ടെത്തൽ. മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായും അകന്നു. വെള്ളാപ്പള്ളി നടേശനോട് സ്വീകരിച്ച അഴകുഴമ്പൻ സമീപനം ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടമാകാൻ കാരണമായി. വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിൽ തിരുത്തൽ വേണമെന്ന ആവശ്യം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിച്ചു. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ വിമർശനവും തള്ളിപ്പറയലും വേണം. വർഗീയ വിരുദ്ധ നിലപാട് ശക്തമാക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ച പോലെ വർഗീയതയോടുള്ള നിസ്സംഗത നിറഞ്ഞ സമീപനം ഇനി വേണ്ടെന്നാണ് സംസ്ഥാന കമ്മിറ്റിയിൽ അംഗങ്ങൾ പറഞ്ഞത്. ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഒരേ രീതിയിൽ എതിർക്കണം. തിരുത്തലിനു വേണ്ടി വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം ഓഗസ്റ്റിൽ ചേരും. പതിവിന് വിപരീതമായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അടക്കമുള്ളവർ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും തിരുത്തൽ നടപടികൾ തുടങ്ങുക. സംഘടനാ തലത്തിലെ തിരുത്തലിനു വേണ്ടി പ്ലീനം വിളിക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. മീഡിയ 1 തിരുവനന്തപുരം.